എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ ആൺമക്കൾ കെട്ടിക്കൊണ്ടുവന്ന അതേ നിങ്ങളുടെ മരുമക്കളില്ലേ, സുബ്ഹാനല്ലാഹ്, ആ മരുമക്കളോട് നല്ല സ്നേഹം വേണം, മനസ്സിന്റെ ഉള്ളിൽ സ്നേഹം വേണം. സ്വന്തം മക്കളെ പോലെ അവരെ കാണാനുള്ള മനസ്സ് വേണം. ഉമ്മമാരെ, ഉപ്പമാരെ, ആൺകുട്ടികൾ കെട്ടിക്കൊണ്ടുവന്ന ആ പെൺകുട്ടികൾ അവരെവിടുന്നോ ചാടി വന്നവരല്ല, എവിടുന്നോ ഓടി വന്നവരല്ല. നമ്മളൊക്കെ സമ്മതിച്ച് നമ്മളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് കൊണ്ടുവന്ന ആ പെൺകുട്ടി സുബ്ഹാനല്ലാഹ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ആ പെൺകുട്ടിയെ ഉമ്മാക്ക് കാണാൻ പറ്റൂല, പിന്നെ പ്രശ്നങ്ങളാണ്. അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ നമ്മുടെ വീട്ടിൽ വന്ന ആ പെൺകുട്ടിയോട് നല്ല പെരുമാറ്റം വേണം. നമ്മുടെ സ്വഭാവം എല്ലാ രംഗത്തും നന്നാകണം. അവിടെയാണ് അതിന്റെ സദസ്സ് കൊണ്ട് ഫലം ചെയ്യേണ്ടത്. ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കണം. പെൺകുട്ടികളെ, നമ്മുടെ ഭർത്താവിന്റെ ഉമ്മ അത് സ്വന്തം ഉമ്മയെപ്പോലെ നമുക്ക് കാണാൻ കഴിയണം. ഭർത്താവിന്റെ വാപ്പ എന്റെ സ്വന്തം വാപ്പയാണെന്ന നിലക്കുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ടാകണം. അത് ഭർത്താവിന്റെ വാപ്പയല്ലേ എന്നുള്ള ചിന്ത ഉണ്ടാകരുത്. അതെന്റെ വാപ്പയാണ്, എന്റെ ഉമ്മയാണ്. പക്ഷെ അങ്ങനെ ഒരു ചിന്ത വരണമെങ്കിൽ ഉമ്മമാരെ, നമ്മൾ അവരോട് പെരുമാറുന്ന രീതി നന്നാകണം. അങ്ങനെ എല്ലാ രംഗത്തും നന്നാകണം. സ്വഭാവങ്ങളാണ് നാളെ മീസാനിൽ ഏറ്റവും കൂടുതൽ തൂങ്ങുന്നത്. എന്താ മീസാനിൽ ഏറ്റവും കനം കിട്ടുന്ന സംഗതി? എന്താണ്? നല്ല സ്വഭാവം. അല്ലാഹു നമ്മുടെ സ്വഭാവങ്ങൾ നന്നാക്കി തരട്ടെ.